നമസ്കാരം. പുതുവർഷം ആരംഭിച്ചതു മുതൽ കൂട്ടക്കുരുതിയുടെയും ഭീകരാക്രമണങ്ങളുടെയും പ്രകൃതി ദുരന്തങ്ങളുടെയും വാർത്തകളാണ് അമേരിക്കയിൽ നിന്ന് വരുന്നത്. കഴിഞ്ഞ ആഴ്ച ലോസ് ഏഞ്ചൽസിൽ ആളിപ്പടർന്ന കാട്ടുതീ ദക്ഷിണ കാലിഫോർണിയ പൂർണ്ണമായും വിഴുങ്ങിക്കഴിഞ്ഞു. സാന്ത ആന എന്ന് വിശേഷിപ്പിക്കുന്ന ശക്തമായ വരണ്ട കാറ്റാണ് ലോസ് ഏഞ്ചൽസിൽ വിനാശകരമായ കാട്ടുതീ ആളിക്കത്തിച്ചത്. ഇതിനോടകം 24 പേരുടെ മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പാലിസേഡ് മേഖലയിൽ 8 പേരും ഈറ്റൺ മേഖലയിൽ കാട്ടുതീയിൽ 16 പേരുമാണ് മരിച്ചത്. ഓസ്ട്രേലിയൻ താരം റോറി സൈക്സും മരിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട്. 1990കളിൽ ബ്രിട്ടീഷ് TV ഷോ ആയ കിഡ്നി കേപ്പേഴ്സിലെ താരമായിരുന്നു റോറി. നിരവധി പേരെ കാണാനില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നതിനായി പരിശീലനം ലഭിച്ച നായ്ക്കളെ ഉപയോഗിച്ച് തിരച്ചിൽ തുടരുകയാണ്. നഗരത്തിലെ പ്രധാന സ്മാരകങ്ങൾ അടക്കം ഭീഷണിയിലാണ്. കാട്ടുതീ റിപ്പോർട്ട് ചെയ്ത 7ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ 12,000-ത്തിലധികം വീടുകൾ ചാമ്പലായെന്ന കണക്കുകളും പുറത്തു വരുന്നുണ്ട്. 1 ലക്ഷത്തോളം പേരെ സ്ഥലത്തു നിന്ന് ഒഴിപ്പിക്കേണ്ടി വന്നു. പാലിസേഡിൽ 23,600 ഏക്കറിൽ തീ പടർന്നു പിടിച്ചപ്പോൾ ഈറ്റൺ മേഖലയിൽ 14,000 ഏക്കറാണ് തീ വിഴുങ്ങിയത്. മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗതയുള്ള കാറ്റും പർവ്വത പ്രദേശങ്ങളിൽ 113 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയടിക്കുന്ന കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. US നാഷണൽ വെതർ സർവീസിന്റെ റെഡ് ഫ്ലാഗ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. നിലവിൽ സാന്ത ആനയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതാകുമെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ 8 മാസമായി മഴ ലഭിച്ചിട്ടില്ലാത്ത മേഖലകളിലാണ് നിലവിൽ കാട്ടുതീ പടരുന്നത്. വരണ്ട കാറ്റ് കനക്കുന്നതോടെ വരും ദിവസങ്ങളിൽ കാട്ടുതീ കൂടുതൽ പടരുമെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. ഇന്നു മുതൽ കനത്ത കാറ്റുണ്ടായേക്കാം. കാറ്റിന് മണിക്കൂറിൽ 120 കിലോമീറ്റർ വരെ വേഗമുണ്ടായേക്കാം. കാറ്റ് വീശാനുള്ള സാധ്യത ജനങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട്. ദേശീയ കാലാവസ്ഥാ സർവീസ് ഇതേക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാട്ടുതീയിൽ നാശനഷ്ടം കൂടാനുള്ള കാരണം സാന്റ ആനയായിരുന്നു എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. 7 അമേരിക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അഗ്നിശമന സേനാംഗങ്ങളും കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള സംഘങ്ങളും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളിൽ പങ്കാളികളാണ്. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ പ്രകൃതി ദുരന്തമാണിതെന്നാണ് കാലിഫോർണിയ ഗവർണർ ഗാവിൻ പറഞ്ഞത്. ലോസ് ഏഞ്ചൽസ് കൗണ്ടിയിൽ നിന്ന് 1.5 ലക്ഷം ആളുകളാണ് പലായനം ചെയ്തത്. 9 ഷെൽട്ടറുകളിലായി 700-ലധികം അഭയാർത്ഥികളുണ്ട്. $150 ബില്യൺ നാശനഷ്ടമാണ് കാട്ടുതീ കാരണം ഉണ്ടായതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഞായറാഴ്ച രാവിലെ വരെ ലോസ് ഏഞ്ചൽസിലെ കൗണ്ടിയിൽ പകുതിയിലധികം പേർക്കും കാലിഫോർണിയയിലെ 70,000 ഉപഭോക്താക്കൾക്കും വൈദ്യുതി ഇല്ലായിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം താറുമാറായ അവസ്ഥയിലാണ്. നരകത്തിലെ കാഴ്ചയെന്ന് തോന്നിപ്പിക്കും വിധമുള്ള ചിത്രങ്ങളാണ് സാറ്റലൈറ്റ് ഇമേജുകളായി പുറത്തു വന്നിരിക്കുന്നത്. ഹെക്ടർ കണക്കിന് ഭൂമി ഒരേ സമയം കത്തി അമരുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. സ്കൂളുകളും വ്യവസായ കേന്ദ്രങ്ങളും അടക്കം ചാമ്പലായിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ അഗ്നിരക്ഷാ പ്രവർത്തകരെന്ന വ്യാജേന എത്തുന്ന കവർച്ചക്കാരുടെ ശല്യവുമുണ്ട്. ലോസ് ഏഞ്ചൽസിലെ കാലിഫോർണിയ സർവകലാശാല ക്യാമ്പസിലേക്കും കാട്ടുതീ വ്യാപിച്ചേക്കാമെന്നാണ് അധികൃതർ വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകിയത്. US-ന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടാക്കിയ പ്രകൃതി ദുരന്തമായിരിക്കും ഇത് എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.